നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 7ാം ദിവസത്തിലും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് അയവില്ല. ഇസ്രയേലിനെതിരായ ദീർഘദൂര മിസൈലായ സിജിൽ പ്രയോഗിച്ചിരിക്കുകയാണ് ഇറാൻ. ടെഹ്റാനിലെ യുറേനിയം സെൻട്രിഫ്യൂജ് കേന്ദ്രവും മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തി. ഇറാനിലെ 2 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നാണ് IAEAയുടെ സ്ഥിരീകരണം. ഇറാനിലെ 20 കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി IDF വ്യക്തമാക്കി കഴിഞ്ഞു. മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയിച്ചിട്ടുള്ളത്. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണമെന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാൻ ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഊന്നി പറയുന്നുണ്ട്. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു നിരുപാധികമായി കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശാസനം ഖമേനി തള്ളിയത്. രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് രാജ്യത്തോടുള്ള ഖമേനിയുടെ അഭിസംബോധന ടെലിവിഷൻ അവതാരകൻ വായിക്കുകയായിരുന്നു. ട്രംപിന്റെ ചൊവ്വാഴ്ചത്തെ ഭീഷണിക്കുള്ള മറുപടിയും ഖമേനിയുടെ വാക്കുകളിലുണ്ട്. ഇറാനെയും ഈ രാജ്യത്തെയും അതിന്റെ ചരിത്രത്തെയും അറിയാവുന്ന ബുദ്ധിയുള്ള മനുഷ്യരാരും ഈ ഭീഷണിയുടെ ഭാഷ സംസാരിക്കില്ല. ഏത് തരത്തിലുള്ള അമേരിക്കയുടെ സൈനിക ഇടപെടലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അടിച്ചേൽപ്പിക്കുന്ന യുദ്ധമോ സമാധാനമോ സ്വീകാര്യമല്ല. ആക്രമണം അഴിച്ചുവിട്ട ഇസ്രയേൽ വൻ അബദ്ധമാണ് കാട്ടിയത്. അവരെ ശിക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഇതായിരുന്നു ഖമേനിയുടെ വാക്കുകൾ. അതേസമയം ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളാണ് വ്യോമസേന പോർ വിമാനങ്ങൾ ലക്ഷ്യമിട്ടത്. ഏകദേശം 25ഓളം പോർ വിമാനങ്ങൾ 40ലേറെ മിസൈൽ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ഇതിനിടെ ഇറാനിലെ ആണവ പദ്ധതിക്കുള്ള 2 സെൻട്രിഫ്യൂജ് ഉൽപാദന കേന്ദ്രങ്ങൾ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നതായി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. കറാഞ്ചിലെ ഒരു വർക്ക്ഷോപ്പും ടെഹ്റാൻ ഗവേഷണ കേന്ദ്രവുമാണ് ആക്രമിക്കപ്പെട്ടത്. ഈ 2 കേന്ദ്രങ്ങളും IAEAയുടെ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ ഭദ്രമായിരിക്കുന്നുവെന്നാണ് ഇറാൻ ആണവ മേധാവി മുഹമ്മദ് എസ്ലാമി അവകാശപ്പെട്ടത്. ഇതിനിടയിൽ അമേരിക്കയ്ക്ക് റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാനെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ അണിചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും അരുതെന്ന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ. ഇസ്രയേലിന് നേരിട്ട് US സൈനിക സഹായം നൽകിയാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അസ്ഥിരമാക്കുമെന്ന് റഷ്യൻ ഉപവിദേശകാര്യമന്ത്രി സെർഗി റയാബ്കോവ് പറയുന്നു. ഇസ്രയേലിനൊപ്പം യുദ്ധത്തിൽ ചേർന്നത് ആലോചിക്കുക പോലും ചെയ്യരുതെന്നാണ് റഷ്യയുടെ കടുത്ത നിലപാട്. ഇസ്രയേലും ഇറാനുമായി റഷ്യ നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും സെർഗി റയാബ്കോവ് പറയുന്നു. അതേസമയം ഇറാന് കീഴടങ്ങുവാൻ 24 മുതൽ 48 മണിക്കൂർ വരെ സമയപരിധി നിശ്ചയിച്ചതോടെ അമേരിക്കൻ സൈന്യവും ഇസ്രയേൽ യുദ്ധത്തിൽ ഒപ്പം ചേരുമെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര പരിഹാരത്തിൽ എത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. അതുകൊണ്ട് അടുത്ത 2 ദിവസം നിർണായകമാകുമെന്നാണ് വൈറ്റ് ഹൌസ് അധികൃതർ പറയുന്നത്. നിരുപാധിക കീഴടങ്ങൾ വേണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ അന്ത്യശാസനം നൽകിയിരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് തങ്ങൾക്ക് അറിയാമെന്നും തൽക്കാലം കൊല്ലാതെ വിടുന്നുവെന്നുമാണ് ട്രൂത്ത് സോഷ്യലിലെ ഏതാനും പോസ്റ്റുകളൊക്കെ ട്രംപ് വിശദീകരിച്ചിരുന്നത്. ലബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ തകർക്കുവാൻ നടത്തിയ പേജർ സ്ഫോടനങ്ങൾക്ക് സമാനമായി ഇറാനിലും വ്യാഴാഴ്ച രാത്രിയോടെ ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് US ഇസ്രായേൽ അംബാസഡർ പ്രസ്താവിച്ചതോടെ ആകാംക്ഷ ഏറുകയാണ്. ഏത് യുദ്ധമുറയാണ് ഇസ്രായേൽ ഇനി പയറ്റുകയെന്നാണ് അറിയേണ്ടത്. ഇസ്രായേൽ വെള്ളിയാഴ്ച ബോംബിംഗ് തുടങ്ങിയ ശേഷമുള്ള ഇറാന്റെ പ്രതികരണം, വിശേഷിച്ചും US മേള ആണവ ചർച്ചയിൽ നിന്ന് പിന്മാറുകയെന്നായ പ്രഖ്യാപനം ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നത്. ചൊവ്വാഴ്ച തന്റെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ഇക്കാര്യത്തിൽ അസ്വാരസ്യം പ്രകടിപ്പിച്ചു. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ കപ്പലുകളും പോർ വിമാനങ്ങളും അയച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം ഒന്നിലും US പങ്കുചേർന്നിട്ടില്ല. എന്നാൽ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാനിൽ ആക്രമണം നടത്തുവാൻ ട്രംപ് ആലോചിക്കുന്നതായും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെതിരെ ആക്രമണം നടത്തുവാൻ US തയ്യാറാകുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ US സൈനിക ഇടപെടലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് വാഷിംഗ്ടൺ DC-യിൽ അത്തരം നടപടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള സാധ്യതയ്ക്കായി അമേരിക്ക തയ്യാറെടുക്കുകയാണെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബ്ലൂംബെർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ഇറാനുമായി നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ റിപ്പോർട്ട്. അതേസമയം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിൽ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. യുദ്ധത്തിൽ കൂടുതൽ ഇടപെടരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. ഇറാനെതിരായ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിനെതിരെയും ഇസ്രയേലിന് കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായമായി നൽകുന്നതിലെ US ഇടപെടലിനെതിരെയുമാണ് ഈ പ്രതിഷേധം. മിഡിൽ ഈസ്റ്റിൽ ഇതിനകം തന്നെ US നിന്നുള്ള 3 വിമാനവാഹിനി കപ്പലുകൾ ഗ്രൂപ്പിലുണ്ട്.
പ്രതിരോധ ആവശ്യങ്ങൾക്കായി മാത്രമേ അവ അവിടെ തുടരൂ എന്ന് ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ബങ്കറിനുള്ളിലെ ഒളിത്താവളം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദും ഇസ്രായേലിലെ 6 ഉപഗ്രഹങ്ങളുടെ കൃത്യതയോടെ കണ്ടെത്തിയതായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ സൈന്യം ഖമേനിയെ വധിക്കുമെന്ന് ഉറപ്പായതോടെ ഖമേനിയും കുടുംബവും 300 മീറ്റർ ആഴത്തുള്ള ഇരട്ട ബങ്കറുകളിലേക്കാണ് താമസം മാറ്റിയത്. ആണവായുധം വീണാലും തകരാത്ത വിധം 2 പാളികളിൽ തീർത്ത ഉരുക്കു ബങ്കറിനുള്ളിലാണ് ഖമേനിയും കുടുംബവും ഇപ്പോൾ ഒളിച്ചു പാർക്കുന്നത്. യുദ്ധത്തിന്റെ 5ാം ദിവസമായ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഏറെക്കുറെ ഇസ്രായേൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വിധം ഇറാനെ ഇസ്രായേൽ ദുർബലമാക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ ഖമേനിയെ നെതന്യാഹു തീർത്തുകളയുമെന്നത് 100% ഉറപ്പാണെന്നാണ് വിവിധ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജീവനിൽ ഭയമുള്ളതുകൊണ്ട് ആയത്തുള്ള അലി ഖമേനിയും മകൻ മുജ്തബ ഉൾപ്പെടെയുള്ള 20ഓളം കുടുംബാംഗങ്ങൾ ഭൂഗർഭ ബങ്കറിലേക്ക് മാറുകയായിരുന്നു. ഖമേനിയെ വകവരുത്തിയതിനു ശേഷം ഹമാസിനെയും ഹിസ്ബുള്ളയെയും നാമാവശേഷമാക്കാനുള്ള അറ്റക പ്രയോഗത്തിലാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എക്കാലവും ആയുധവും അർത്ഥവും നൽകി സഹായിക്കുന്നത് ഇറാനായിരുന്നു. വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് ആയത്തുള്ള അലി ഖമേനിയും കുടുംബവും മാറിയതെന്നും താവളം ഏതു നിമിഷവും വളയുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഒരിടത്തും ആയത്തുള്ള അലി ഖമേനി സുരക്ഷിതനല്ലെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വന്നതോടെയാണ് ഖമേനി കുടുംബത്തോടെ ബങ്കറിൽ അഭയം തേടിയത്. ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ആയത്തുള്ള അലി ഖമേനി ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരങ്ങളൊക്കെ പുറത്തുവന്നത്. എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള തീരുമാനം എടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു ഇറാൻ അവരുടെ പരമോന്നത നേതാവിനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചത്. സംഘർഷം വഷളാകുന്നതിന് പകരം അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഖമേനിയെ വധിക്കുവാനുള്ള നീക്കത്തിനിടെ ഇറാനിലെ ജനതയോട് എത്രയും പെട്ടെന്ന് തലസ്ഥാനമായി ടെഹ്റാൻ ഒഴിയണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ അരാംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എക്കാലത്തും ഭീകരതയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഖമേനിയുടെ ഇറാൻ ഭരണകൂടം അരനൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ഖമേനിയെ ഏതു നിമിഷവും വധിക്കുവാൻ അവസരമുണ്ടെന്നും ഓരോ നിമിഷവും ഖമേനിയുടെ നീക്കം കണ്ടുമറിഞ്ഞു ഇറക്കുകയാണെന്നുമാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിനെ വിവരം അറിയിച്ചിരുന്നുവെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.